ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തട്ടുകടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല മുരുമുരാന്നുള്ള മൊരിഞ്ഞ ഒരു ഉള്ളിവട നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് മീഡിയം സൈസിലുള്ള 5 സവാള എടുത്ത് വൃത്തിയാക്കി ഇതുപോലെ ഒരുപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഒരേപോലെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അരിഞ്ഞെടുത്ത സവാള നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല മണവും അതുപോലെ തന്നെ നല്ല മുരുമുരാന്ന് ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വലിയ ബലമൊന്നും കൊടുക്കാതെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഓരോ ഇതളായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യാനേ പാടില്ല. ഒന്ന് നമുക്കിത് എല്ലാ സവാളയും ഒന്ന് ഉതിർന്ന് കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ബലം കൊടുക്കാനേ പാടില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഓരോ ഇതളായിട്ട് കിട്ടണം. അതിന് ആ ഉപ്പ് അതിലേക്ക് പിടിച്ച് കിട്ടണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നിങ്ങനെ ഇതായി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റി സവാളയിൽ നിന്ന് വെള്ളം ഇതുപോലെ ഒന്ന് ഊർന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം കുറച്ചൊന്ന് ഒരുപാട് ബലം കൊടുത്തൊന്നും പിഴിയരുത്. ചെറിയ രീതിയിലൊന്ന് പിഴിഞ്ഞ് മാറ്റാം. നമുക്ക് ഒത്തിരി ബലം കൊടുത്തൊന്നും പിഴിയാൻ പാടില്ല കേട്ടോ. അതിനുശേഷം പിഴിഞ്ഞ് മാറ്റിയ സവാള നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുരുമുരാന്ന് വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ തന്നെ സവാള എടുക്കാം കേട്ടോ. ബാക്കി ചേരുവകളെല്ലാം അതിൻ്റെ കൂടെ ഒന്ന് ചേർത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, ചെറിയ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിലീഫ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ പെരുംജീരകം ഒന്ന് ചതച്ചെടുക്കുക. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കടലമാവ്. അതുപോലെ തന്നെ 3 സ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മുടെ മൈദ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ബലം കൊടുക്കാതെ ഒന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ച് വരുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. ഈ സവാളയിലുള്ള ജലാംശം കൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ഉരുണ്ട ഉരുട്ടിയാൽ അത് നമ്മുടെ കയ്യിൽ ഉരുണ്ട് വരുന്നതൊക്കെ രീതി വേണം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാൻ. ഒരുപാട് ബലം ഒന്നും കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മളിങ്ങനെ ഉരുണ്ട പിടിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്കിതുപോലെ നടുഭാഗത്ത് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വറുത്ത് പോരാനായിട്ട്. ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, ലോവിലും വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരു വീഡിയോ എങ്കിലും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് ഒന്നും ചെയ്യാതിരിക്കുക. അത് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെക്കുവാണെങ്കിൽ പുറം നല്ലപോലെ കരിഞ്ഞു പോവും. എന്നാൽ സവാള ഒന്നും നല്ലപോലെ അങ്ങനെ മൊരിഞ്ഞ് കിട്ടത്തില്ല, അകത്തൊന്നും വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വറുത്ത് പോരാൻ. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇട്ടത് ഞാനിവിടെ നമ്മുടെ നല്ലപോലെ മുരുമുരാന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 സവാള എടുത്തു, 6 ഉള്ളിവടയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.